നമസ്കാരം. ദീപം F5S യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ആ സിനിമ കണ്ട് മടങ്ങിയെത്തി. എന്താ പറയുക, ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് ഒരു രക്ഷയില്ല. അത് കാരണം നമ്മുടെ മലയാള ഭാഷയിൽ ഇത്തരം ഒരു സിനിമ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടാണ്. മറ്റുള്ള ഭാഷകളിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടെന്ന്, എന്നാൽ പോലും ഇത്രയ്ക്കും ഒരു നീചമായ ക്രൂരമായ ചിത്രീകരണ ശൈലി ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം നായകൻ്റെ കുടുംബത്തിൽ ഉള്ള വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, അതായത് പ്രസവിക്കാറായ കുഞ്ഞിനെ പോലും വില്ലൻ വിട്ടുവെക്കുന്നില്ല എന്നതാണ് സിനിമയിൽ ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. ഇനി സിനിമയുടെ സാങ്കേതിക വിദഗ്ധരെ നമുക്കൊന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടാം. നിർമ്മാണ കമ്പനി ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്, സംവിധാനം ഹനീഫ് അദേനി, പ്രൊഡ്യൂസർ ഷെറീഫ് മുഹമ്മദ്, മ്യൂസിക് രവി ബസ്രൂർ, ക്യാമറാമാൻ ചന്ദ്രു സെൽവരാജ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്, ആക്ഷൻ ഫൈറ്റ് കലൈ കിങ്സൺ. താരങ്ങൾ ഒരുപാട് പേരുണ്ട്. നമ്മളറിയാത്ത താരങ്ങളൊക്കെ ധാരാളം ഉണ്ട്. എങ്കിലും അറിയാവുന്ന താരങ്ങളുടെ പേര് പറയാം. ഉണ്ണിമൂന്തൻ, ജഗദീഷ്, സിദ്ദിഖ്, അൻസൻ പോൾ, ശ്രീജിത്ത് രവി, പിന്നെ കബീർ, ദുവാൻ സിംഗ്, കൂടാതെ ഒരുപാട് താരങ്ങൾ. ഇതിനകത്ത് ജഗദീഷും വേറൊരാളും, അയാളുടെ പേര് അൻസൻ പോളാന്ന് തോന്നുന്നു, അവരാണ് ഈ പടത്തിലെ വില്ലന്മാർ. അത് കൂടാതെ ഉള്ളൊരു വില്ലനാണ് ഈ സിംഗ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞാൽ വരുന്നത്. സിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. സിംഗ് വന്നു കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല. അയാൾ കണ്ട സിനിമ തീരാൻ ഒരു 25 മിനിറ്റ് ഉള്ളപ്പോഴാണ്, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നായകൻ ഒരു സമ്പത്തുള്ള വീട്ടിലെ ദത്തുപുത്രനാണ്. അവിടുത്തെ കാരണവരെന്ന് പറയുന്നത്, നിലവിലെ കാരണവരെന്ന് പറയുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖ് സ്വർണ്ണ വ്യാപാരം, കള്ളക്കടത്ത്, ഇതൊക്കെയാണ് പരിപാടി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നീങ്ങുന്നത്. സിദ്ദിഖിൻ്റെ ഇളയ അനിയനെ വില്ലന്മാർ കൊന്നു തള്ളുക. അതിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ദത്തുപുത്രൻ ഇറങ്ങുന്നത്, നായകൻ ഇറങ്ങുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്തോ എന്നൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള പൂർണ്ണരൂപം. ചുരുക്കി പറഞ്ഞാൽ എ ബ്ലഡ് വയലൻസ് വിത്ത് ആക്ഷൻ മൂവി എന്നതാണ് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഒരു പശ്ചാത്തലം. നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീചതയുടെ കൊടുമുടി എന്നും പറയാം. അത്രത്തോളം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രംഗങ്ങളാണ്. കാരണം ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇതാദ്യമാണ്. ഇപ്പോഴത്തെ തലമുറ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവല്ലേ ഈ അർദ്ധരാത്രി ഷോയ്ക്ക് വരെ ടിക്കറ്റ് മുമ്പേ തന്നെ ഫുള്ളായി പോവുക എന്ന് പറയുന്നത്. പിന്നെ ക്യാമറാമാൻ്റെ പണി പറയാതിരിക്കാൻ പറ്റുകയില്ല. നല്ല അടിപൊളിയായിട്ടാണ് ഓരോ ഫ്രെയിമും ഷൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ചന്ദ്രു സെൽവരാജ്. ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്റർ കലൈ കിങ്സൺ, അതും അടിപൊളിയായിട്ടുണ്ട്. പടത്തിൻ്റെ
ഫൈനൽ വില്ലൻ വരുന്നത് കബീർ സിംഗ് വരുന്നത് ഇൻ്റർവെല്ലിന് ശേഷമാണെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹം വന്നു കഴിഞ്ഞാണ് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, നായകൻ്റെ കുടുംബത്തെ മൊത്തം കശാപ്പ് ചെയ്യുക. കശാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കാണിക്കുക കശാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അയ്യോ സഹിക്കത്തില്ല എൻ്റെ അപ്പു. മ്യൂസിക് ഇല്ലാതെ ഈ സിനിമ കാണാനാണെങ്കിൽ നമുക്ക് ആർക്കും ഭയമുണ്ടാവില്ല. മ്യൂസിക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞിടയ്ക്ക് വന്ന സിനിമ ഉണ്ടല്ലോ കമലഹാസൻ്റെ വിക്രം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് എനിക്ക് ഫീൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയത്. അതിൻ്റെ കമ്പോസർ അനിരുദ്ധ്, അവൻ്റെ മ്യൂസിക് പോലെ ഇടയ്ക്ക് തോന്നി. ഭയങ്കര സൗണ്ടും ഭയങ്കര ബഹളമാണ്. അതിനതിനിവിടെ മാടിനെ അറുക്കുന്ന പോലെ അറുക്കുക, എല്ലാത്തിനും അറുക്കുക, വെട്ടുക, ഞുറുക്കുക, വെടിവെച്ച് തള്ളുക. ഉയ്യോ എന്തൊരു ബഹളമാണ്. ഇൻ്റർവെൽ കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ ഭൂരിഭാഗം സീനും എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പ്രേക്ഷകർ സ്ക്രീനിലോട്ട് നോക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ക്രീനിലോട്ട് നമുക്ക് നോക്കാൻ പറ്റുകയില്ല, നോക്കിയാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു ഇംഗ്ലീഷ് പടമായിട്ടാണ് ഫീൽ ചെയ്ത് സ്റ്റാർട്ടിങ് തന്നെ. കാരണം നമുക്ക് പരിചയമുള്ള മുഖങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഗുസ്തി മത്സരത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. അതും ആ ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് പരിചയമുള്ള മുഖം കാണാൻ തുടങ്ങിയതും മലയാള ഭാഷ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നതും ഇതൊരു മലയാളം സിനിമ തന്നെയാണ് എന്ന് നമുക്കൊരു ഉത്തമ ബോധ്യം വരുന്നതും. അതിന് മുമ്പ് അതിൻ്റെ വിഷ്വൽ ഷൂട്ട് ചെയ്ത രീതിയാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, അധികം പാട്ടുകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാട്ടാണ്ടുണ്ട്, അത്രയേ ഉള്ളൂ. 1-2 പാട്ടുണ്ട്, അതൊന്നും നമുക്ക് വ്യക്തമാകുന്നു മനസ്സിലാവുന്നുമില്ല. ടോട്ടലി ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഫീൽഡ് തന്നെയാണ്. അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റ്, നായകൻ ഉടുപ്പെല്ലാം ഊരിയിട്ടേച്ചുള്ള മസിലും കാണിച്ചുള്ള ഫൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഴയ ആ റാംബോ സിനിമയാണ് ഓർമ്മ വരുന്നത്. സിൽവർ സ്റ്റലോണിൻ്റെ റാംബോ സിനിമ. അദ്ദേഹം അതിനകത്ത് അതുപോലെ ഉടുപ്പെല്ലാം ഊരിയിട്ടേച്ച് മസിലും വീർപ്പിച്ച് തോക്ക് ഇട്ട് അടിക്കുന്നുണ്ട്, മെഷീൻ ഗണ്ണിട്ട് അടിക്കുന്നുണ്ടല്ലോ. എന്തായാലും 2024 ഫൈനലായപ്പോഴത്തേക്ക് മലയാളത്തിലൊരു പാൻ ഇന്ത്യൻ മൂവി കിട്ടി. അത് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് തന്നെ മറ്റുള്ള ഉള്ളവർ തിരിച്ചറിയാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സാങ്കേതിക മികവോടുകൂടിയുള്ള ഒരു സിനിമയാണ്. പക്ഷേ ടോട്ടലി മലയാളം മൂവിയിൽ നിന്ന് ഏണ്ട ഒരു 60%, 70% മാറി നിൽക്കുന്ന മൂവിയാണ് അത്. മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരു പ്രത്യേക ഒരു കൾച്ചറാണ്. മൂവി സ്ലോ ആയിട്ട് പോവുക, പ്രകൃതിയുടെ വിരുദ്ധമായ കാര്യങ്ങളൊന്നും നടക്കാറില്ല, നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും നടക്കാറില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഭൂരിഭാഗം മലയാള സിനിമകളും. എന്നാൽ അതിൽ നിന്നെല്ലാം 100% ഓപ്പോസിറ്റാണ് ഈ മാർക്കോ എന്ന സിനിമ. മാർക്കോ സിനിമയിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ഒന്നടക്കം ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് ഇത്, മാർക്കോ എന്ന സിനിമ. നായകനും നായികയും മരം ചുറ്റിയുള്ള പ്രേമമില്ല, വീടിൻ്റെ ഉമ്മരത്തിരുന്ന കുടുംബക്കാർ പരദൂഷണം പറയുന്ന കഥകളൊന്നുമില്ല, കവല, ചായക്കട, നാട്ടിലെ വിശേഷങ്ങൾ ചർച്ച ചെയ്യുക തുടങ്ങിയ യാതൊരു പരിപാടിയുമില്ല. only 100% ബ്ലഡ്, വയലൻസ് വിത്ത് ആക്ഷൻ മൂവി. എന്നാൽ എനിക്ക് ചില കാര്യങ്ങളിൽ ചെറിയ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റെയർ കേസിൽ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവറിയാവില്ല, 2 അടി വീതി അല്ലെങ്കിൽ 3 അടി വീതി, അതിൽ കൂടുതലൊന്നുമില്ല, 3 അടി വീതി. അത് നായകൻ എല്ലാവരെയും അടിച്ച് കുത്തി വെടിവെച്ച് ഇങ്ങനെ പോവുക, കയറിപ്പോവുക. ഇടി കൊള്ളുന്നവൻ്റെ മുഖം കാണുന്നില്ല, നായകൻ ആരെ ഇടിക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിൽ ഇച്ചിരിയും കൂടി സ്റ്റണ്ട് മാസ്റ്ററും അല്ലെങ്കിൽ സംവിധായകനും കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു. ഇച്ചിരിയും കൂടി ടെക്നിക്കലായിട്ട് ആ ഫൈറ്റ് എടുക്കാമായിരുന്നു. നമുക്ക് പ്രേക്ഷകന് ഇച്ചിയും കൂടി ഒരു എനർജി കിട്ടത്തക്ക രീതിക്ക് ആ ഫൈറ്റ് എടുക്കാമായിരുന്നു. അതിൽ ശകലം പരാജയമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയണം, ഈ നായകൻ
ഈ സമ്പത്തുള്ള വീട്ടിലെ ഒരു ദത്തപുത്രനാണ്. ചുരുട്ട് ഏതു നേരം ചുണ്ടയിലുണ്ട് പുള്ളിക്ക്. വീട്ടിലെ കാരണവരെന്ന് പറയാൻ നമ്മുടെ സിദ്ദിഖാണ് വീട്ടിലെ കാരണവർ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കാതെ ചുരുട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതൊന്നും നമുക്ക് ഇച്ചിരി ഈ മടുപ്പായിട്ടാതോ എനിക്ക് ഫീൽ ചെയ്തു. മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഒരു 3D പ്രിൻറ്റും കൂടി വേണ്ടിയിരുന്നു. 3D പ്രിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സിനിമ ഇപ്പം ഓൾറെഡി സിനിമ നല്ലൊരു വിജയത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ അർദ്ധരാത്രി ഷോ പോലും ഹൗസ്ഫുള്ളായിട്ട് പോവുകയല്ലോ. പക്ഷേ 3Dയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പടം ഇച്ചിരിയും കൂടി വേറെ ലെവലിലെത്തി, ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിയേന്. കാരണം ഇപ്പോഴത്തെ സ്ക്രീനിൽ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഈ തടി മുറിക്കുന്ന മെഷീനുണ്ടല്ലോ, മോട്ടോർ വലിച്ച് മെഷീൻ, അതുകൊണ്ടാണ് വില്ലന്മാർ വന്ന് ഉപദ്രവിക്കുന്നത്. വില്ലന്മാർ വന്ന് നായകൻ്റെ വീട് മൊത്തം കശാപ്പ് ചെയ്യുക. അയ്യോ, അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുകയില്ല. അതുപോലെ പറയാൻ പറ്റുകയില്ല. എൻ്റെ അമ്മോ, അത് കാണണമെങ്കിൽ തന്നെ ഇച്ചിരി മെനക്കരുത്ത് വേണം. എനിക്ക് പിന്നെ അത്യാവശ്യം അത് ശകലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്ത് കണ്ടു. പക്ഷേ പോരാ, ഞാൻ മറ്റുള്ള സീറ്റിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഒന്നല്ലേ മൊബൈലിൽ കുത്തുക, അല്ലെ തല കുനിച്ചിട്ടായിരിക്കുന്നത്. കാരണം കാണാൻ പറ്റുകയില്ല. കുടുംബത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും, അല്ലെങ്കിൽ സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, അതുപോലത്തെ രംഗങ്ങളാണ് എടുത്തിരിക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും വില്ലൻ വിടുന്നില്ല. അതിനെ വരെ അവൻ കശാപ്പ് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. അത്തരം രംഗങ്ങളൊക്കെ ഇച്ചിരി അതിഭയങ്കരം എന്ന് വേണം പറയാൻ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ പറ്റുകയില്ല, അതിഭയങ്കരം. അതും ഈ കുറച്ചും ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക് കമ്പോസറുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ അതിലും അത് ഒരു സ്റ്റെപ്പും കൂടെ മുകളിലോട്ടാണ് നിൽക്കുന്നത്. അത് നമ്മളെ കൂടുതൽ പുഷ് ചെയ്യുക. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട ഒരു ഇച്ചിരി മെനക്കരുത്തില്ലാത്തവരൊക്കെ ഈ സിനിമ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. കാരണം വെറുതെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് അവരുടെ സ്വന്തം ജീവിതമായിട്ട് ചിന്തിച്ച് വല്ല ദുരിതം ഉണ്ടാകരുത്. അതുകൊണ്ട് അല്പം മനക്കരുത്തില്ലാത്തവർ ഈ സിനിമ കാണാതിരിക്കുകയാണ് ഏറ്റവും ഭംഗി. ലോജിക്കായിട്ട് നമുക്ക് ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതിനകത്ത് ലോജിക്കായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. സിനിമയെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം വിശദീകരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. നമ്മളങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും. തന്നെയുമല്ല, അത് നമുക്ക് ബാക്കിയുള്ളവർ കാണുന്നവർക്കുള്ള ഒരു പ്രചോദനം നഷ്ടപ്പെടുകയും ചെയ്യും. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫൈനലി ഈ മൂവിയെപ്പറ്റി എന്താണ് പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കോ ഈസ് എ വൺ മാൻ ആർമി, ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു ഏകലവ്യൻ്റെ പോരാട്ടമാണ് സിനിമ. ധാരാളം നമുക്ക് പോയി കാണുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇതിനേക്കാൾ നമ്മൾ വലിയ മെനക്കരുത്തൊക്കെ നമുക്ക് സംഭരിച്ച് പോകാം, കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ കഴിവതും ഒഴിവാക്കുന്നതാണ്. പക്ഷേ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ ഷോയ്ക്ക് പോലും ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഷോ തീർന്ന് ഇറങ്ങിപ്പോയപ്പോഴും നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കണ്ടു കാണും, ലൈവിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു, കണ്ടു കാണും. ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോഴത്തെ ജനറേഷന് അതൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളല്ല. സോ നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഒരു നഷ്ടവുമില്ല. നമ്മുടെ സിനിമാ മേഖലയിലും മലയാള സിനിമാ മേഖലയിലും ഇത്തരം ഒരു പാൻ ഇന്ത്യൻ മൂവി വരിക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. അഭിമാനത്തോടെ നമുക്ക് താല്പര്യമുള്ള വ്യക്തികൾ പോയി കാണാം. മുമ്പേ ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടി പറയുന്നു, സാധാരണ നമ്മുടെ മലയാള സിനിമ കൾച്ചർ ഒരിക്കലും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് വേറെ ലെവൽ സിനിമയാണ്. ഈ സിനിമ 100% ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. തിയേറ്റർ സൗണ്ട് സിസ്റ്റത്തിൽ ആ ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 38 ഇഞ്ച് LED ഉണ്ട്, അതിനകത്ത് കാണാമെന്ന് പറഞ്ഞാലും അതിൻ്റെ റിയൽ എഫക്റ്റ് നമുക്ക് കിട്ടുകയല്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഇവിടെ പൂർത്തിയാക്കുന്നു. ഗർഭിണി പെണ്ണുങ്ങളും കുട്ടികളും പൂർണ്ണമായും ഈ സിനിമ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അതാണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത്. സിനിമ കണ്ട് ലയിച്ചിരിക്കുമ്പോൾ ഇതൊരു മൂവിയാണ് എന്നൊരു ധാരണ ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അവരൊക്കെ റിയൽ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് പറയുന്ന ഗർഭിണി പെണ്ണുങ്ങൾ, കുട്ടികൾ, ഇവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ദീപം
CF5S യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയേണ്ട കാര്യമില്ല, നേരം വെളുത്തു, കിടക്കാൻ പോവുക. താങ്ക് യു.